കോട്ടയം കുറുപ്പന്തറയിൽ സ്ത്രീപീഡന പരാതിയിൽ ഉണ്ടായൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പാരാമെഡിക്കൽ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതെ, സി ഡി ജോമോൻ. അദ്ദേഹത്തിനെതിരെ പെൺകുട്ടി അന്ന് പരാതി കൊടുക്കുന്നു, തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. 7 വർഷത്തിനിപ്പുറം ആ പെൺകുട്ടി തന്നെ കോടതിയിൽ ചെന്നിട്ട് പറയുന്നു തന്നെ പീഡിപ്പിച്ചിട്ടില്ലായിരുന്നു. ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകും. ഉറപ്പായിട്ടും ഈ സി ഡി ജോമോൻ കുറുപ്പന്തറയിൽ ഒരു പാരാമെഡിക്കൽ സ്ഥാപനം, അതായത് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തുക, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഒരാൾക്കെതിരെ ഒരു സ്ത്രീപീഡന പരാതി ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ ഈ പാരാമെഡിക്കൽ സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നൊരു വിദ്യാർത്ഥിയോട് പീഡന ശ്രമം നടത്തി എന്നുള്ളതായിരുന്നു 7 വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്ന പരാതി. അന്ന് ഇത് വലിയ വിഷയങ്ങളാവുകയും അതിനെ തുടർന്ന് ഈ പാരാമെഡിക്കൽ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകാരൻ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ ഉയരുകയും പിന്നീട് ആ സ്ഥാപനം നടത്താൻ അനുവദിക്കുകയില്ല. അതിനുമപ്പുറത്തേക്ക് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് 1 കിലോമീറ്ററോളം കൈവിലങ്ങ് വെച്ച് നടത്തിക്കൊണ്ടുപോയിട്ടാണ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയത്. അന്നെല്ലാം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു, മാധ്യമപ്രവർത്തകർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു, പൊതുസമൂഹം മുഴുവൻ ഇയാളെ മോശക്കാരനായി കണ്ടു. ഇയാൾക്ക് 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ആ ആളുകളൊക്കെ വളരെ മോശമായിട്ടായിരിക്കും ആ കുട്ടികളൊക്കെ പബ്ലിക്കിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു. ഈ ഭാര്യയുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിനെ സംശയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അദ്ദേഹം പീഡനവീരനാണെന്ന് പറയുന്ന അവസ്ഥ, ഒരു സമൂഹത്തിന്റെ മുന്നിൽ മുഴുവൻ സി ഡി ജോമോൻ എന്ന് പറയുന്ന മാന്യമായി ജീവിച്ചു പോകുന്നൊരു മനുഷ്യൻ കുറ്റക്കാരനായ നിമിഷങ്ങളായിരുന്നു. അയാളെ ഒരു പീഡനവീരനായിട്ട് ആളുകൾ കണ്ടു. 7 വർഷങ്ങൾക്കിപ്പുറം ആ പെൺകുട്ടിക്ക് പ്രായവും പക്വതയും ഒക്കെ ആയ സമയത്ത് ജോമോന്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോടതിയിലെത്തി അതൊരു വ്യാജ പരാതിയായിരുന്നു എന്നും തന്നെ കൊണ്ട് ഒരു കൂട്ടം ആളുകളെ പരാതി കൊടുപ്പിച്ചതാണെന്നും മൊഴി നൽകുകയും അതിനെ തുടർന്ന് സി ഡി ജോമോനെ കോടതി വെറുതെ വിടുകയുമായിരുന്നു. പക്ഷേ ഈ 7 വർഷം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് പിന്നീട് ഒന്ന് തുറന്നു പറയുന്നതിനകത്ത് സത്യമില്ല. വൈകി വന്നാലും സത്യം പറയണം, അല്ലെങ്കിൽ സത്യം പുറത്തു വരുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇതിനേക്കാൾ ഏറ്റവും ട്വിസ്റ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിലെ കുർബാന കൂടി നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പള്ളിയിലെത്തിയിട്ട് മൈക്കിലൂടി ജോമോന്റെ കുടുംബത്തിനോട് മാപ്പ് പറഞ്ഞു. ആ ഇടവകയിലുള്ള മുഴുവൻ ആളുകളോടും നടന്ന സത്യാവസ്ഥ പറഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ, ഇത് ഒരു സി ഡി ജോമോന്റെ കാര്യം മാത്രമല്ല. ഇന്നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പീഡന പരാതികളിൽ 60-70% പീഡനങ്ങളും ഇത്തരത്തിലുള്ളതാണ്. പീഡനം നടക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. നോക്കൂ, ഒരാളോടൊപ്പം സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പരാതി കൊടുക്കുന്നവർ, എന്തെങ്കിലും ഒരൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഒരു സ്ത്രീയുമായി ഉണ്ടായാൽ അതിന്റെ പേരിൽ കൊണ്ടുപോയി പീഡന പരാതി കൊടുക്കുന്നവർ, എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കം ഉണ്ടായാൽ അതിന്റെ പേരിൽ പീഡന പരാതി കൊടുക്കുന്നവർ, അത്തരത്തിലുള്ള എത്രയോ കേസുകളാണ്. അങ്ങനെയുള്ള പരാതികൾ പുറത്തു വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന മാനനഷ്ടം, കുടുംബത്തിനുണ്ടാകുന്ന മാനനഷ്ടം, ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിലായിരിക്കും ഓരോ കുടുംബവും പോകുന്നത്. പിന്നീട് കോടതിയിൽ പോയി സത്യാവസ്ഥ തെളിയിച്ച് തിരിച്ചു വന്നാൽ ഈ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമങ്ങളും കാണില്ല ഈ സത്യാവസ്ഥ. ഇപ്പൊ തന്നെ നോക്കൂ, ഈ പെൺകുട്ടിയുടെ പേരോ അഡ്രസ്സോ മുഖമോ കാണിക്കാൻ ഒരാളും തയ്യാറായിട്ടില്ല. ഈ പീഡന കേസ് ഒത്തുതീർന്നിരിക്കുകയാണ്. ഇപ്പോഴും അയാളുടെ ഈ പറയുന്നത് സി ഡി ജോമോന്റെ ഐഡന്റിറ്റിയാണ് ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നല്ലതാണ്, ഒരു പരിധിവരെ നല്ലതാണ്. കാരണം അയാൾ നിരപരാധിയാണ് എന്ന് ഈ ലോകം തിരിച്ചറിയുന്നത്, അയാൾക്ക് കിട്ടുന്ന സ്വീകാര്യത ഒരുപക്ഷെ ഈ പെൺകുട്ടി പള്ളിയിൽ വന്ന് പ്രസംഗിച്ചത് കൊണ്ടുണ്ടാകുന്ന അയാളുടെ സത്യസന്ധനായി കാണുന്ന 7 വർഷക്കാലം അതെ ഇയാൾ അനുഭവിച്ച ഒരു വേദനയുണ്ട്. ഇയാളെ ക്രൂശിച്ച മനുഷ്യനുണ്ട്. മനുഷ്യനെ കുറ്റം പറയാൻ പറ്റൂ? നിയമവ്യവസ്ഥ കേസെടുത്തതാണ്, കോടതിയിൽ കേസ് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനൊക്കെ കൃത്യമായ നിയമസഹായം ലഭിക്കണം. ഒരാണിനെതിരെ ഈ വന്ന കാലത്ത് ഒരു പെണ്ണ് കൊണ്ടുവന്നൊരു പീഡന പരാതി കൊടുത്താൽ, എന്റെ മാറിടത്തിൽ സ്പർശിച്ചെന്നോ, എന്റെ വേറെ എന്തെങ്കിലും ചെയ്തു എന്നോ, അല്ലെങ്കിൽ കൂടെ കിടക്കാൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തൊരു പരാതി കൊണ്ട് കൊടുക്കും. ഒരു തെളിവുമില്ലാതെ FIR ഇടുകയാണ് കേരള പോലീസ്. പോലീസുകാരെ കുറ്റം പറയാനൊന്നും ഞാനില്ല. എങ്കിൽ പോലും പോലീസുകാർ കൈവലത്തി കാണിക്കുക. അവർ പറയാം, ഒരു പെണ്ണാണ് പരാതി വന്നിരിക്കുന്നത്, ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരുത്തൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് FIR ഇടും. FIR ഇട്ടാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ റിമാൻഡ് ചെയ്യപ്പെടും. പിന്നീട് കോടതിയിൽ പോയി തെളിവുകളൊക്കെ നിരത്തിയിട്ട് വേണം എന്തുണ്ടാവാൻ, ഈ പറയപ്പെടുന്ന തന്നെ നിരപരാധി തെളിയിച്ച് പുറത്തു വരണം. അപ്പോഴത്തേക്ക് കുടുംബം തകർന്നിട്ടുണ്ടാവുന്നേ. തെളിവില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. നോക്കൂ, കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ ഒരു സ്ത്രീയെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. 10-38 ദിവസം ഈ പെൺകുട്ടി അകത്ത് കിടന്നു. ഒരു അമ്മയാണ്, 2 പെൺകുട്ടികളുടെ അമ്മയാണ്. ഈ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തു. അത് ഒരുപാട് പ്രേക്ഷകർ കണ്ടൊരു വീഡിയോ ആണ്. അവർ കരഞ്ഞുകൊണ്ട് പറയാണ് പോലീസാണ് തന്നെ കുടുക്കിയത്. അവർ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലുണ്ടായ എന്തോ പ്രശ്നത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്ത് ഒരാഴ്ചക്ക് ശേഷം എനിക്കൊരു കോൾ വന്നു. ഒരു 10-60 വയസ്സുള്ള ഒരു അമ്മാവനാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ കുറെ നേരം സംസാരിക്കാൻ നേരിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ചേട്ടന്റെ കഥ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. വേണ്ട സാർ, എനിക്ക് സാർ ചെയ്ത വാർത്ത കണ്ടപ്പോൾ സാറിനോടൊന്ന് സംസാരിക്കണം തോന്നിയോണ്ട് വിളിച്ചാണെന്ന് പറഞ്ഞു. അയാളുടെ കഥ എന്താണെന്നറിയൂ? അയാള് നാട്ടില് ഒരു കട നടത്തുകയായിരുന്നു.
അയാൾ കട നടത്തുന്നത് ഈ ബിൽഡിംഗ് ഓണർ ഇയാൾ ഒഴിഞ്ഞു പോകാത്തതിനെ തുടർന്ന് ആർക്കോ പൈസ കൊടുത്ത് ആ കടയിൽ വന്നൊരു കുട്ടിയെ കൊണ്ട് കുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് പൈസ കൊടുത്തിട്ട് പരാതി കൊടുപ്പിച്ചു. ഈ കുട്ടി ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇയാളെ കട ഒഴിഞ്ഞു, അയാൾക്ക് ബിൽഡിംഗ് ബാക്കി കിട്ടി. കുടുംബം ഇയാളെ അടിച്ചു പുറത്താക്കി. കുടുംബത്തിന് അറിയാം ഇയാൾ നിരപരാധിയാണെന്ന്. കാരണം ഈ പയ്യൻ പ്രായമായതിനു ശേഷം അല്ലെങ്കിൽ തിരിച്ചറിവായതിനു ശേഷം ഇയാളുടെ മക്കളോട് പറഞ്ഞു അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഈ കുടുംബം ഇയാളെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല, ഉണ്ടായ നാണക്കേണ്ട അയാൾ പാവം പിടിച്ചോണ്ട് ഇവിടെ സെക്യൂരിറ്റി പണി ചെയ്ത് ജീവിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു എത്രയോ അയാൾ കരയാണ് അവസാനം. ഞാൻ എനിക്ക് ചേട്ടനൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല എനിക്ക് അങ്ങനെ കാണുമൊന്നും വേണ്ട, അത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സംസാരിച്ചാൽ മതി എന്ന് പറയാണ്. ഇവിടെയൊക്കെയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ, അവരെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങളിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്കൊക്കെ പെട്ടുപോകുന്ന ആളുകൾക്കൊക്കെ നിയമസഹായം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു പരിധി വരെ. നോക്ക് ജോമോന്റെ ജീവിതം തന്നെ നോക്കുന്നേ. 7 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് പറയാണ് എന്നെ അയാൾ പീഡിപ്പിച്ചിട്ടുള്ള 7 വർഷം ആ മനുഷ്യനും 2 മക്കളും ഭാര്യ ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ ആ സമാധാനം പറയുമായിരുന്നു. ആ കേസ് അന്വേഷിച്ച് പോലീസ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ പേരിൽ എഫ്ഐആർ ഇട്ടത്? അത്തരത്തിലുള്ള എത്രയോ കേസുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നേ. എത്രയോ പേര് ഇത്തരത്തിൽ വ്യാജ പരാതി കൊടുക്കാൻ ശ്രമിക്കുന്നു. അല്ല, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ദിനം പ്രതി ഒരുമ്പിട്ടിറങ്ങുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് പെൺവർഗത്തിലുമുണ്ട് ആൺവർഗത്തിലുമുണ്ട്. പെൺവർഗമാകുമ്പോൾ നിയമം അവർക്കൊപ്പം നിൽക്കുമെന്നുള്ള തോന്നലാണ്. ഞങ്ങളെ ഇപ്പൊ നോക്കൂ, നമ്മുടെ SC/ST അട്രോസിറ്റി കേസ് ചില ദുരുപയോഗം ചെയ്യാറുണ്ട് എന്ന് പറയുന്നതാണ്. വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേസുകൾ എടുത്ത് ദുരുപയോഗം ചെയ്ത് പാവപ്പെട്ട ആണുങ്ങളെ തുറങ്കിൽ വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം, അവരൊക്കെ വിളിക്കുന്ന പേര് വേറെയാണ്, അത് ഞാൻ വിളിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിനകത്ത് എഫ്ഐആർ ഇടും. എഫ്ഐആർ ഇട്ടിട്ട് നീതിമാന്മാരായ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവും ഈ കേസിനകത്ത് കഴമ്പില്ല എന്ന്. അവരൊരു പരിധി വരെ ഇവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കണം. അതിന് ഹൈക്കോടതിയിലൊക്കെ പോയി ജാമ്യം എടുക്കണമെങ്കിൽ എത്ര രൂപയുടെ ചെലവുണ്ട്, ലക്ഷങ്ങളുടെ ചെലവുണ്ട്. അത്രയും കാലം ഇയാൾ ഈ പോലീസ് പരിധിയിൽ നിന്ന് മാറി താമസിക്കണം, ഒളിച്ചു താമസിപ്പിച്ചിട്ട് ഈ പോലീസുകാർക്ക് കാര്യം മനസ്സിലാക്കി ഒരു തെളിവും കാണത്തില്ല. ഒരു ചിലപ്പോഴൊക്കെ ഈ കേസിലെ 50% കേസിൽ ഇവളുമാരായിരിക്കും ഇവന്മാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഉള്ളത് പറയാലോ. എത്രയോ സിനിമാക്കാരുടെ കേസുകൾ തേഞ്ഞു മാഞ്ഞു പോയി. ഇപ്പോഴും അവരെയൊക്കെ സിനിമാ താരങ്ങളെ നമ്മൾ പീഡനകരന്മാരെന്ന് വിളിക്കുകയാണ് അന്നത്തെ കേസ് എടുത്ത് വെച്ചിട്ട്. കൂടെ സ്വന്തം ഇഷ്ടത്തിന് പോയി കിടക്കും, സകല സുഖങ്ങൾ അനുഭവിക്കും. അവന്റെ പണം വാങ്ങി തിന്നും, പണം വാങ്ങും, അവന്റെ ചെലവിൽ ആഹാരം കഴിക്കും, അവന്റെ ചെലവിൽ കിടന്നുറങ്ങും. പകരം ഒരാളെ ഒരു വട്ടം പീഡിപ്പിക്കാൻ പറ്റും. പല സ്ഥലങ്ങളിൽ പിന്നെയും പൈസ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പരാതി. അത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് എവിടെ? പല ഹോട്ടലുകളിലാണ്. ആ ഹോട്ടലിൽ CCTV ദൃശ്യങ്ങളാണ് തെളിവുകളായിട്ട്. രണ്ടുപേരും ആർത്തുല്ലസിച്ചാണ് റൂമിലോട്ട് കയറി പോന്നേ, പിറ്റേന്ന് പുറത്തിറങ്ങുന്നത്. ആ പകൽ ആ രാത്രി ഒന്നും അവൾ അറിഞ്ഞില്ല പീഡനമായിരുന്നു എന്ന്. 1 വർഷം നീണ്ടതിൽ പീഡനത്തിന് ശേഷമാണ് അറിയുന്നത് പീഡനമായിരുന്നു. അത് കഴിയുമ്പോൾ ഇവളുമാര് കൊണ്ടുപോയി കേസ് കൊടുക്കുക. അപ്പോഴത്തേക്ക് പോലീസായി, അറസ്റ്റായി, തെളിവെടുപ്പായി, മാധ്യമങ്ങളിൽ അവനിച്ചിരി പേരും പെരുമയുള്ളവനാണെങ്കിൽ തകർത്താടുകയാണ്. ഇതിന് അവസാനം എന്താ സംഭവിക്കുന്നത്? ആത്മഹത്യയുടെ വക്കിലാവും അയാൾ. കുറച്ച് വലിപ്പമുള്ള പിടിച്ചിരിക്കും, അവന്റെ കുടുംബം പോവും. അമ്മ ഒരു പീഡന കേസിൽ പെട്ടിട്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എത്ര സത്യം വിളിച്ചു പറഞ്ഞാലും വിശ്വാസമുള്ളവർക്ക് വിശ്വാസമാണ്, മനസ്സിലാവും. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് മനസ്സിലാവും. എത്ര പേരുടെ കണ്ണു മൂടിക്കെട്ടാൻ പറ്റും, എത്ര പേരുടെ വേറൊരു ചെവി മൂടിക്കെട്ടാം. അപ്പോ ഈ CD ജോമോന്റെ കേസെങ്കിലും പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബെഞ്ചിന്റെ ഒരു ഉത്തരവുണ്ടായി. ഏതെങ്കിലും സ്ത്രീകൾ കൊണ്ടുവന്ന ഏതെങ്കിലും ആണുങ്ങളുടെ പേരിൽ ഒരു കേസ് കൊടുത്ത കണ്ണുടച്ച് എഫ്ഐആർ ഇടുന്നതിനെതിരെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇടാൻ പാടില്ല എന്ന്. പക്ഷെ എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അവരവരുടെ പണി തീർക്കാൻ വേണ്ടി എഫ്ഐആർ ഇടും. പിന്നെ നല്ലവരായ ചില പോലീസുകാർ കൃത്യമായ തെളിവെടുപ്പ് അഭാവത്തിൽ കൃത്യമായി ഇവർക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പല കേസുകളിലും അനുകൂലമായ വിധി സംഭവിക്കാൻ പറ്റും. ഉമ്മൻചാണ്ടിയുടെ സരിതയുടെയും കേസിൽ തന്നെ കണ്ടതാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ഈ വാർദ്ധക്യത്തിൽ പോലും ഒരു പീഡനം നടത്തി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കൊന്നുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിനെ പുണ്യവാനായിട്ടൊക്കെ പുകഴ്ത്തിപ്പാടുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടതാണ്. അന്ന് അദ്ദേഹത്തിനെ നശിപ്പിച്ചതിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിനെ പുണ്യവാനാക്കിയതിന് എന്താണ് അതിന്റെ കാരണം? ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയൊക്കെ ഇത് പറയുമ്പോൾ സമൂഹത്തിന്റെ ഒരു 10% പേരാള് വിശ്വസിക്കുന്നില്ല. 90% പേർക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട് ഇത് വിശ്വസിക്കില്ല രാഷ്ട്രീയം. പക്ഷെ സാധാരണക്കാരുടെ അവസ്ഥ അതല്ല രാഹുലേ. അയാൾക്ക് 7 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത് അയാളുടെ കരിയർ, അയാൾ കെട്ടിപ്പറ്റ അയാളുടെ സ്ഥാപനം, അയാളുടെ വിശ്വാസം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും കിട്ടില്ല. അയാളുടെ 7 വർഷത്തെ മാനസിക സംഘർഷാവസ്ഥ ആലോചിച്ച് നോക്ക്. ആത്മാർത്ഥമായി പെൺകുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണെങ്കിൽ അതിലൊരു പെൺകുട്ടി തന്നെ താൻ മനസ്സവാച കർമ്മണ അറിയാത്ത കേസ് വന്നിട്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ ഒരു അധ്യാപകൻ ഉണ്ടാകുന്ന നീറ്റിലൊന്ന് ആലോചിച്ച് നോക്കി.
എത്രയോ നാടുകൾ ഇപ്പോഴും ഈ പീഡിപ്പിച്ചവന്മാര് അനങ്ങാതെ രക്ഷപ്പെട്ട് നടക്കുന്നുണ്ടെന്ന് അറിയൂ. ഇവിടുത്തെ നിയമം രക്ഷപ്പെടുത്തിയവര്, കാശിന്റെ ബലത്തിൽ രക്ഷപ്പെട്ടവർ എത്രയോ പേരുണ്ടെന്ന് അറിയൂ. അവനതൊരു പ്രശ്നമില്ല. ഇതുപോലെ പാവപ്പെട്ടവനാണ് ഈ പ്രശ്നം ഉണ്ടാവണേ. 7 വർഷങ്ങൾക്ക് ശേഷം മനസാക്ഷി കുത്തുണ്ടായി കോടതി ചെന്ന് വിളിച്ചു പറയുകയും പള്ളിയിൽ വന്ന് പ്രസംഗം നടത്തുകയും ചെയ്ത് അവളുടെ മുഖം ഇപ്പോഴും മറച്ചു വെച്ചിരിക്കുക. അവളുടെ പേര് പറയാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അത് പറയാത്തത് ജോമോന്റെ മാന്യത എന്ന് മാത്രമാണ് പറയാനുള്ളത്.